വീഡിയോ ഒരു ചെറിയ യാത്രാ വീഡിയോയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ബർമിംഗം കനാൽ വഴി ഒരു ചെറിയ യാത്ര. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇങ്ങനെ സ്ട്രൈറ്റ് നടന്നു പോയതിന് ശേഷം ഒരു ഇടവഴി പോലെ ഒരു സ്ഥലം വരും. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കനാലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇടവഴി. ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴേക്കും ഫുൾ കനാലാണ്. ഇനി ഈ കനാലിലൂടെയാണ് നമ്മൾ നടന്നു പോകാൻ പോകുന്നത്. ആളുകളൊക്കെ കനാൽ വഴി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളവിടെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഈ കനാലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒട്ടും സ്മെല്ലൊന്നും കാണില്ല. വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ സ്മെല്ലൊന്നും നമുക്കുണ്ടാവില്ല. എപ്പോഴും നല്ല ക്ലീനാണ്. ഇപ്പോൾ കുറച്ചുകൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ആ റെഡ് ബിൽഡിംഗ് ഇല്ലേ, അത് ഒരു കോളേജാണ്. ഈ ബർമിംഗം കനാലിൻ്റെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ വടക്കൻ ഭാഗത്തുള്ള വെസ്റ്റ് മിഡ്ലൻഡ്സിലെ ബർമിംഗം നഗരത്തിലൂടെയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെയും ഇവിടെയുള്ള കനാൽ ശൃംഖല വ്യാപിച്ചിരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ വ്യാവസായിക വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ ചരക്ക്, കല്ല്, കൊക്ക്, ഇരുമ്പ് മുതലായവ ഗതാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഈ കനാൽ നിർമ്മിക്കപ്പെട്ടത്. 1768 ബർമിംഗം കനാൽ നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചാണ് കനാൽ ശൃംഖലയുടെ നിർമ്മാണം തുടങ്ങുന്നത്. ജെയിംസ് ബ്രിംഗ്ലി, ജോൺ സ്മോദൻ, തോമസ് ടെൽഫോർഡ് തുടങ്ങി പ്രശസ്തമായ എഞ്ചിനീയർമാർ ഇതിന്റെ രൂപകൽപ്പനയിൽ പങ്കെടുത്തിരുന്നു. മൊത്തം 160 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു കനാൽ ശൃംഖലയാണിത്. ഈ ബർമിംഗം കനാൽ പല ബ്രാഞ്ചുകളായിട്ടാണ് കടന്നു കിടക്കുന്നത്. ബർമിംഗം കനാൽ മെയിൻ ലൈൻ, വോൾവർഹാംപ്റ്റൺ ലെവൽ, വോർസെസ്റ്റർ ആൻഡ് ബർമിംഗം കനാൽ, ഗ്രാൻഡ് യൂണിയൻ കനാൽ എന്നിങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നടന്നു ചെല്ലുന്നത് ഒരു പാലത്തിൻ്റെ അടിയിലൂടെയാണ്. നിങ്ങൾ ഈ കാണുന്ന റെഡ് കളർ ബിൽഡിംഗ് ഇല്ലേ, അതൊരു കഫേയാണ്. ദ മാൾട്ട് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. വ്യാവസായിക ഉപയോഗം കുറവായെങ്കിലും വിനോദസഞ്ചാരത്തിന്, കായികത്തിന്, നടപ്പാതകൾക്ക്, സൈക്ലിങ്ങിന് മുതലായവയ്ക്കായി കനാൽ പരിസരം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മനോഹരമായ കനാൽ സൈഡുള്ള പബ്ബുകളും കഫേയും ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. കനാലുകളുടെ നഗരം എന്നും ബർമിംഗം അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും താറാവ് കാണാം, പിന്നെ പ്രാവുകൾ കാണാം, അതുപോലത്തെ ഇവിടുത്തെ പക്ഷിയായ സീകൾ കാണാം. ഈ കനാൽ വഴിയുള്ള യാത്രയിലുള്ള പ്രത്യേക ലാൻഡ്മാർക്സ് എന്തെന്ന് വെച്ചാൽ ഗ്യാസ് സ്ട്രീറ്റ് ബേസിൻ, കനാലുകളുടെ ഹൃദയമെന്ന് പറയാവുന്ന സ്ഥലമാണ്. പിന്നെ ബ്രിൻഗ്ലി പ്ലേസ്, കനാൽ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഫാഷൻ ഷോപ്പുകളും കഫേകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മെയിൽ ബോക്സ് ബർമിംഗം, കനാൽ പുറത്തുള്ളൊരു പ്രധാന ഷോപ്പിംഗ് സെൻ്ററാണ്. ക്യാംബ്രിയൻ വാഫ്, പഴയ കപ്പലുകൾ കാണാവുന്ന സ്ഥലം. ദ റൗണ്ട് ഹൗസ്, ചരിത്രപ്രധാനമായ കെട്ടിടം, ഇപ്പോൾ ടൂറിസത്തിന് രൂപാന്തരം ചെയ്തിരിക്കുന്നു.
ഈ സ്റ്റെപ്സ് കയറി പോകുന്ന ഈ ഭാഗത്താണ് ലെഗോലാൻഡ് ഉള്ളത്. ഇതും ഇവിടുത്തെ ഒരു മെയിൻ പ്ലേസ് ആണ്. ഇവിടെ റോസാപ്പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പല വെറൈറ്റീസിലുണ്ട്. ഇതൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബർമിംഗം കനാലിലൂടെ ഇതുപോലെ നടന്നു പോകാനായിട്ട്. നല്ല പീസ്ഫുൾ ആയിരിക്കും കേട്ടോ, ഒരു ട്രാഫിക്കോ ഒന്നും തന്നെ കാണത്തില്ല. ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് ഇതായിട്ടാണ് ഇവിടെ കപ്പൽ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ കപ്പലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലവും നമ്മൾ കൊണ്ട് കാണിക്കുന്നതായിരിക്കും. കപ്പൽ വഴിയുള്ള യാത്ര ഇവിടെ എല്ലാവരും എൻകറേജ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ ഇട്ടിരിക്കുന്ന ബോട്ടാണ്. ഇതിൽ മെയിനായിട്ട് ഇവർ ഐസ്ക്രീമൊക്കെ സെയിൽ ചെയ്യുന്നത് കാണാം. വൈകുന്നേരം സമയങ്ങളിൽ ഐസ്ക്രീം കോഫിയൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏകദേശം മെയിൻ റോഡ് വരെ എത്താറായി. ഈ ചേരി ഒന്ന് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. കണ്ടോ, എന്ത് അടിപൊളി റോഡാണല്ലേ, വലിയ ട്രാഫിക്കൊന്നും കാണത്തില്ല. അതുപോലെ ഞാനിപ്പോൾ മോളെ വിളിക്കാൻ സ്കൂളിൽ പോകുന്ന വഴിയാണ്. ഞാൻ ഡെയിലി ഇതുവഴിയാണ് യാത്ര ചെയ്യാറ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് നടന്നു വരുന്നൊരു സ്ഥലമാണിത്. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പാണ് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല പച്ചപ്പുള്ള സ്ഥലമായിട്ട് കാണുന്നതാണ്. കണ്ടോ, രണ്ട് സൈഡിലും ഒരുപാട് പൂഞ്ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര് കണ്ടാലും കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഇങ്ങനെ നടന്ന് കുറേ നടക്കാനുണ്ട്. നടന്ന് അവസാനം ഇനി ഒരു ടേൺ തിരിയുമ്പോഴേക്കും മോളുടെ സ്കൂളെത്തും. ഇവിടെ ഒരു നഴ്സറി ഉണ്ട്. ഈ ടേണിങ് തിരിയുമ്പോഴേക്കും കാണുന്ന വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബിൽഡിങ്ങില്ലേ, അതാണ് ആ സ്കൂള്. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.